ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു കന്നഡ ഫുഡ് ആൻഡ് ടച്ച് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തൈര് ചോറിൻ്റെ റെസിപ്പിയാണ്. ഇത് നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയേക്കാളും കുറച്ച് വ്യത്യസ്തമായി ബാംഗ്ലൂർ സ്റ്റൈലുള്ള ഒരു തൈര് ചോറാണ്. ഇവിടെ ബാംഗ്ലൂരിൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ഫുഡിൻ്റെ ലാസ്റ്റ് മസ്റ്റായിട്ടും തൈര് ചോറ് കഴിക്കും, ഇവിടെ അച്ചാറും കൂട്ടിയിട്ട്. അപ്പോൾ അതൊരു ട്രഡീഷണൽ ഫുഡും കൂടിയാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന രീതി നോക്കാം. പച്ചരി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ വേവിച്ച് മാറ്റി വയ്ക്കുക. 1/2 ലിറ്റർ തൈര്, 300 ml പാല്, കുറച്ച് കടുക്, മുന്തിരി, മാതളം, രുചിക്കനുസരിച്ച് ഉപ്പ്. നമുക്ക് പിന്നെ വേണ്ടത് ജീരകം, മല്ലിയില, പച്ചമുളക് ഒരു 2-3 എണ്ണം, കശുവണ്ടി, ഉഴുന്നും പരിപ്പ്, കടലപ്പരിപ്പ്, വറ്റൽമുളക്, കരിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ആദ്യം നമ്മൾ നേരത്തെ ഞാൻ ഈ ചോറ് വേവിച്ച് ചൂടാറാൻ വേണ്ടി ഫാനിൻ്റെ അടിയിൽ വെച്ചു. കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം നമ്മൾ പാൽ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സാക്കി ഇത് മാറ്റി വെക്കുക. ഓക്കെ ആണോ? ഈ രീതിയിൽ അടിയിൽ നിന്നും മുകളിൽ നിന്നെല്ലാം നല്ല രീതിയിൽ മിക്സാക്കി ഇതൊരു സൈഡിൽ വെക്കുക. വേണമെങ്കിൽ ഫാനിൻ്റെ അടിയിൽ തന്നെ തണുപ്പിക്കാൻ വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ചീനച്ചട്ടി എടുക്കുക. അതിനകത്ത് നമ്മുടെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വറുത്തെടുക്കണം. ആദ്യമായി കടലപ്പരിപ്പിട്ടു, കുറച്ച് ഉഴുന്ന് പരിപ്പ് അതിനകത്തിട്ടു. അപ്പോൾ അതൊന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഫുൾ ഫ്ലെയിം ഇട്ട പരിപ്പുകളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ലോ ഫ്ലെയിമിൽ നമ്മൾ നന്നായി ഇളക്കി കൊടുത്ത് ചെറിയ ഒരു കളർ മാറ്റം വരുമ്പോൾ കടുക് അതിനകത്തിടുക. കടുക് നല്ല രീതിയിൽ പൊട്ടണം. ഇപ്പോൾ കടുക് ഇട്ടതിന് ശേഷം കശുവണ്ടി, മാറ്റി വെച്ച കശുവണ്ടി അതിനകത്തിട്ട് അതും കൂടി വഴറ്റുക. കൊണ്ട് നമ്മൾ ആ ഒരു ഗോൾഡൻ ബ്രൗണിൽ തന്നെ ഉണ്ട്, കളർ മാറാൻ പാടില്ല. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില ഇടാം. കരിവേപ്പില നല്ല രീതിയിൽ ഇളക്കുക. അതേപോലെ തന്നെ ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മല്ലിയില, അതിനകത്ത് കുറച്ച് മല്ലിയില ഈ ഒരു താളിപ്പിനകത്ത് ഇടണം. ഫുള്ള് മല്ലിയില ഇടേണ്ട, കുറച്ച് മല്ലിയില നമുക്ക് ചോറിനകത്തേക്കുള്ളതും വേണം, അത് മാറ്റി വയ്ക്കുക. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പച്ചമുളക്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് വേണ്ട. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ആ ജീരകം അതിനകത്തിട്ട് കൊടുക്കുക. നല്ല രീതിയിൽ ആ ജീരകത്തിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ നമ്മളത് മൊരിഞ്ഞ് വരുന്നത്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കി കേട്ടോ, ആ സ്റ്റൗ ഓഫാക്കിയിട്ടാണ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ആ നല്ലൊരു ഫ്ലേവറാണ് ജീരകത്തിൻ്റെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ മാറ്റി വെച്ച ചോറുണ്ടല്ലോ, അതെടുത്തിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് മാതളവും പിന്നെ ഗ്രേപ്സ്, മുന്തിരി, ഇത് രണ്ടും ഇളക്കുക. ഓക്കെ, രണ്ടും നല്ല രീതിയിൽ കൂട്ടി ഇളക്കണം, എല്ലാ ഭാഗത്തേക്കും മിക്സ് ആവുന്ന രീതിയിൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഉപ്പ് ഈ സ്റ്റേജിൽ തന്നെ ഇടാം. അതല്ലെങ്കിൽ തൈര് ഒഴിച്ചിട്ടിടാം. ഞാനിപ്പോൾ ഇട്ടു എന്ന് മാത്രം. ആവശ്യത്തിന് നമ്മുടെ രുചിക്കനുസരിച്ച് ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ മാറ്റി വെച്ച ആ ഒരു 500 ml തൈര്. ഓക്കെ, ഇപ്പോൾ ആ പാല് ഒഴിച്ചതിൻ്റെ ആ ഒരു ട്രിക്സ് അല്ലെങ്കിൽ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വെറും തൈരിടാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കിട്ടില്ല, കട്ടയാവും, ചോറ് ഉണ്ട പിടിക്കും. അപ്പോൾ നമ്മൾ പാല് ഒഴിച്ചിങ്ങനെ ആക്കുമ്പോൾ ഒന്ന് ചോറ് കട്ട പിടിക്കില്ല. അതേപോലെ തന്നെ ഓവർ പുളിപ്പുണ്ടാവില്ല. ചില തൈര് ഓവർ പുളിപ്പുണ്ടാവുമല്ലോ, ഈ പാൽ ഒഴിക്കുന്ന ആ ഒരു ഓപ്ഷൻ കൊണ്ട് അത് ബാലൻസ് ചെയ്ത് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ബാക്കിയുള്ള മല്ലിയില അതിനകത്ത് അരിഞ്ഞിട്ടത് അതിനകത്ത് മിക്സ് ആക്കുക. ഇപ്പോൾ തൈര് ചോറ് റെഡി. ഇനി നമ്മൾ താളിച്ചിട്ടുള്ള ആ പരിപ്പുകളും കശുവണ്ടിയും ബാക്കിയുള്ള എല്ലാ താളിച്ച സാധനങ്ങളും അതിനകത്തിട്ടിട്ട് മിക്സ് ആക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ അതിനകത്തിട്ടു. ഇനി ഇതെല്ലാം കൂട്ടി ഇളക്കി നല്ലോണം യോജിക്കുന്ന രീതിയിൽ കൂട്ടി ഇളക്കുക. കണ്ടോ, അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ചൂടുകാലമായതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ അധികമായി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.